കൂടൽമാണിക്യം തിരുവുത്സവം ഭഗവാൻ ആറാട്ടിനായി രാപ്പാൾ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഭഗവാൻ ആറാട്ടിനായി രാപ്പാൾ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളി. രാവിലെ പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടുണരുന്ന ദേവന് കണി കാണിച്ച് ദിനചര്യകൾ പൂർത്തിയാക്കി അലങ്കരിച്ച് പൂജ കഴിച്ചു. വിളക്ക് വെച്ച് പാണികൊട്ടി അകത്തേക്ക് എഴുന്നള്ളിച്ചു. ഈതൃത്വ പൂജയ്ക്ക് ശേഷം ആറാട്ടുക്രിയകൾ തുടങ്ങി. വാദ്യാഘോഷങ്ങളോടെ രാപ്പാൾ ആറാട്ടുകടവിലേക്ക് രാവിലെ 8:30 പള്ളിനീരാട്ടിനായി പുറപ്പെട്ട കൂടൽമാണിക്യസ്വാമിക്ക് കേരള പോലീസ് വക ഗാർഡ് ഓഫ് ഓണർ നൽകി. വടകുറുമ്പക്കാവ് ദുർഗാദാസൻ തിടമ്പേറ്റി. നന്ദിലത്ത് ഗോവിന്ദക്കണ്ണനും കൊളക്കാടൻ കുട്ടിക്കൃഷ്ണനും അകമ്പടിയായി. ഒട്ടേറെ ഭക്തജനങ്ങൾ ചടങ്ങുകൾക്ക് സാക്ഷികളായി. ഉച്ചയ്ക്ക് 12 മണിയോടെ രാപ്പാൾ ആറാട്ടുകടവിൽ എത്തിച്ചേർന്ന് പൂജ നടത്തി പള്ളിനീരാട്ട് നടത്തും. തുടർന്ന് ആറാട്ടുകഞ്ഞി വിതരണം നടക്കും. വൈകിട്ട് 4-ന് തിരിച്ചെഴുന്നള്ളിപ്പ് ആരംഭിക്കും. എഴുന്നള്ളിപ്പ് ഇരിങ്ങാലക്കുട പള്ളിവേട്ട ആൽത്തറയ്ക്കലെത്തിയാൽ പ്രഗത്ഭ വാദ്യകലാകാരന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ആരംഭിക്കും. അയലൂർ അനന്തനാരായണ ശർമ്മ നേതൃത്വം നൽകും. തിരിച്ചെഴുന്നള്ളിപ്പിന് ഭക്തജനങ്ങൾ മുറ്റത്ത് കോലമിട്ട് നിറപറയും നിലവിളക്കുമായി ഭഗവാനെ സ്വീകരിക്കും. പഞ്ചവാദ്യ എഴുന്നള്ളിപ്പ് കുട്ടൻകുളം പന്തലിലെത്തിയാൽ ചെമ്പട വകകൊട്ടി പാണ്ടിമേളം ആരംഭിക്കും. രാജീവ് വാര്യർ പാണ്ടിമേളത്തിന് നേതൃത്വം നൽകും. അകത്ത് കടന്നാൽ ബാക്കി 12 പ്രദക്ഷിണം പൂർത്തിയാക്കി കൊടിക്കൽ പറ നടത്തും. കൊടിയിറക്ക കർമ്മം നിർവഹിച്ച് ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിക്കും. ഇതോടെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ക്ഷേത്രോത്സവം സമാപിക്കും. ബാൽച്ചേട്ടാ അവിടെ നിന്ന് ഞാൻ കന്നി മദർച്ചു കൊടുത്ത് ബാൽച്ചേട്ടാ